ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സച്ചിയുടെ അടുത്തേക്ക് വരുന്ന സ്നേഹ തന്നെയും ടൂറിന് കൊണ്ടുപോകാൻ വേണ്ടി സച്ചിയെ നിർബന്ധിപ്പിക്കുകയാണ്. വരണ്ടെന്നും ശരിയാവില്ലെന്നുമൊക്കെ സച്ചി പറയുമ്പോൾ വിഷമത്തോടെ സ്നേഹ തൻ്റെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. തുടർന്ന് സച്ചി പറയുകയാണ്, അതെ, അധികം ഡ്രസ്സൊന്നും വേണ്ട, 3-4 ദിവസത്തെ ഡ്രസ്സ് മാത്രം പാക്ക് ചെയ്താൽ മതി. ഇത് കേൾക്കുന്ന സ്നേഹയ്ക്ക് സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയും അനഘയുമാണ്. നീ കൊണ്ടുപോകാനുള്ള ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അനഘ പറയുകയാണ്, ഉള്ളതെല്ലാം എടുത്തിട്ടുണ്ട്, അത്രയ്ക്കൊന്നും എടുക്കണ്ട അനഘേ, തിരികെ വിലാപയാത്രയായിട്ടായിരിക്കും വരുന്നത്. എല്ലാവരുടെ മുമ്പിൽ നിന്ന് നമ്മളെ പരസ്യമായി വിചാരണ ചെയ്യാനേ അധികം ദിവസങ്ങളൊന്നുമല്ല ഇനിയുള്ളത്. അതുകൊണ്ട് തന്നെയാ ഇങ്ങനെയൊന്ന് ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. എന്താണെങ്കിലും അർച്ചനയെ കൊന്നിട്ടാകും നമ്മൾ മടങ്ങി വരുന്നതെന്നും അവന്തിക പറയുമ്പോൾ അവന്തികയെ തന്നെ നോക്കി നിൽക്കുകയാണ് അനഘ. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. കൊണ്ടുപോകാനുള്ള ഡ്രസ്സെല്ലാം താൻ പാക്ക് ചെയ്തോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, രണ്ടുപേരുടെയും ഓരോ ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ സച്ചിയേട്ടൻ്റെ 2-3 ഫയലുകളും ലാപ്ടോപ്പും എടുത്തിട്ടുണ്ട്. ഇത് കേൾക്കുന്ന സച്ചി ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ദാമ്പത്യം അത്ര ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേൾക്കുന്ന അർച്ചന അവിടെ സൈഡിൽ മാറ്റി വെച്ചിരിക്കുന്ന പെട്ടി കാട്ടിക്കൊടുക്കുകയാണ് സച്ചിക്ക്. അതെ, അർച്ചന സച്ചിയേട്ടൻ വിചാരിക്കുന്ന ഒരാളല്ലെന്ന് അർച്ചന പറയുമ്പോൾ ചിരിച്ചു അർച്ചനയെ നോക്കുകയാണ് സച്ചി. അല്ല സച്ചിയേട്ടാ, ഇങ്ങനെ ഒരു ഗസ്റ്റ് ഹൗസ് ഉള്ള കാര്യം എനിക്കിതിനു മുമ്പ് അറിയില്ലായിരുന്നെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, ഞാനും നന്ദേട്ടനുമൊക്കെ കളിച്ചു വളർന്ന വീടായിരുന്നു അത്. പിന്നെ ഈ വീട് വാങ്ങിയപ്പോൾ ആരും അങ്ങോട്ടേക്ക് പോയിട്ട് പോലുമില്ല. നിറയെ ഓർമ്മകളുള്ള വീടാ അത്. അതുകൊണ്ട് തന്നെയാ അച്ഛൻ നമ്മുടെ കൂടെ വരാൻ കൂട്ടാക്കാത്തതെന്നും സച്ചി പറയുന്നു. തുടർന്ന് സച്ചി പറയുകയാണ്, ജീവിച്ചിരിപ്പുണ്ടാകുമോ അതോ? അത്രയും പറഞ്ഞുകൊണ്ട് സച്ചി കരയുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, നന്ദേട്ടന് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് സച്ചിയേട്ടൻ കരുതുന്നുണ്ടോ? ചിലപ്പോൾ ഈ ലോകം വിട്ടു പോയി കാണും, ഇല്ലെങ്കിൽ എന്നെ നമ്മളുടെ അടുത്തേക്കൊക്കെ വന്നേനെ എന്ന് അർച്ചനയോട് സച്ചി പറയുകയാണ്. പക്ഷേ സച്ചിയേട്ടാ, എനിക്ക് തോന്നുന്നത് നന്ദേട്ടൻ ജീവനോടെ ഉണ്ടെന്നാ. പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും എല്ലാവരുടെ മുമ്പിൽ നന്ദേട്ടൻ പ്രത്യക്ഷപ്പെടുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന സച്ചിയെ നോക്കുമ്പോൾ നന്ദൻ്റെ ഫോട്ടോ അർച്ചനയ്ക്ക് കാട്ടിക്കൊടുക്കുകയാണ് സച്ചി. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും യാത്രയ്ക്ക് പോകുന്നതാണ്. എല്ലാവരും അടിച്ചു പൊളിച്ച് യാത്ര ചെയ്യുമ്പോൾ അവന്തിക നിഗൂഢമായ ലക്ഷ്യത്തോടെ അർച്ചനയെ നോക്കുകയാണ്. അങ്ങനെ അവർ കഴിക്കാനായി ഒരു ഹോട്ടലിൽ നിർത്തുമ്പോൾ സന്ദീപ് ആതിരയ്ക്ക് ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. ഇത് കാണുന്ന അനഘ ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. തുടർന്ന് സന്ദീപ് ആതിരയുടെ കാലിൽ ആദ്യം ചവിട്ടുന്നു. ആതിര ചിരിച്ചുകൊണ്ട് സന്ദീപിനെ നോക്കുമ്പോൾ സന്ദീപ് വീണ്ടും കാലിൽ ചവിട്ടാൻ തുടങ്ങുമ്പോൾ മീരയുടെ കാലിലാണ് സന്ദീപ് ചവിട്ടുന്നത്. അനഘയാവും കാലിൽ ചവിട്ടിയതെന്ന് കരുതുന്ന മീര അനഘയുടെ കാലിനിട്ട് ഒരു ചവിട്ട് കൊടുക്കുമ്പോൾ ആവണിയുടെ കാലിനിട്ടാണ് അത് കൊള്ളുന്നത്. തുടർന്ന് ആവണി അനഘയ്ക്കിട്ട് ചവിട്ടുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. പിള്ളേര് ചെന്നിട്ട് വിളിച്ചായിരുന്നു എന്ന് മാഷ് ചോദിക്കുമ്പോൾ ഇതുവരെ അവരെത്തിയിട്ടില്ലെന്നും യാത്രയിലാണെന്ന് പറഞ്ഞതെന്നും കമല പറയുന്നു. മീരയും ആവണിമോളും ആതിരയും ഒന്നും ഇല്ലാഞ്ഞിട്ട് വീട് ഉറങ്ങിയതുപോലെയുണ്ടെന്ന് മാഷ് പറയുകയാണ്. അതേസമയം അജയൻ്റെ അച്ഛനും അമ്മയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. അവരെ കമലയും മാഷും ചേർന്ന് അകത്തോട്ടിരുത്തുമ്പോൾ അജയൻ്റെ അമ്മ പറയുകയാണ്, തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത്, ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ വന്നതാണ്. നമുക്ക് അജയൻ്റെയും ആതിരയുടെയും കാര്യം ഒന്നുകൂടി ആലോചിച്ചാലോ? അങ്ങനെ അവർ പറയുന്നതെല്ലാം കേട്ടതിന് ശേഷം കമല പറയുകയാണ്, എന്താണെങ്കിലും ആതിരയ്ക്ക് ഇനി ഈ അടുത്തൊന്നും വിവാഹം നോക്കുന്നില്ല. അങ്ങനെയാ അനൂപ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഞാൻ എന്താണെങ്കിലും അനൂപിനോട് ഈ കാര്യം സംസാരിക്കാമെന്നും കമല പറയുമ്പോൾ അങ്ങോട്ടേക്ക് അനൂപ് വരികയാണ്. അനൂപെ, ഇവർ ആതിരയുടെയും അജയൻ്റെയും കാര്യം സംസാരിക്കാനാ വന്നതെന്ന് മാഷ് പറയുമ്പോൾ അനൂപ് പറയുകയാണ്, എന്നിട്ട് അച്ഛൻ അത് നടക്കില്ലെന്ന് പറഞ്ഞില്ലേ? തുടർന്ന് അനൂപ് അജയൻ്റെ അച്ഛനോടും അമ്മയോടും പറയുകയാണ്, തൽക്കാലം ആതിരെ ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും നോക്കുന്ന സമയത്താണെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ അവളെ അയക്കില്ല. തുടർന്ന് അനൂപ് അവരെ അപമാനിച്ച് അവിടെ നിറക്കി വിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും ഒക്കെയാണ്. അങ്ങനെ അവർ ഗസ്റ്റ് ഹൗസിലെത്തിയിരിക്കുകയാണ്. സന്തോഷത്തോടെ നിൽക്കുന്ന ആവണിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.